അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരീരത്തിൽ നിന്നും ആത്മാവ് നഷ്ടപ്പെടുക, ഇതാണു മരണം. മരണത്തോടുകൂടി ഒരു വ്യക്തിയുടെ ശരീരം ആത്മാവ് നഷ്ടപ്പെട്ട ജഡമായി മാറി. മരിക്കുന്നതിന് മുൻപ് അവൻ ദുനിയാവിലെ എത്ര വലിയവനായിട്ടും കാര്യമില്ല, മരിച്ചതിനു ശേഷം അവന്റെ മയ്യിത്ത് എന്നാണ് പറയുന്നത്. അത് എത്ര വലിയ രാജാവായാലും ശരി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ഇന്നലെ മരണപ്പെട്ട സിനിമാ നടനും മിമിക്രി കലാകാരൻ കൂടിയായിട്ടുള്ള നവാസ് സാഹിബിന്റെ മരണം. ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സിനിമയുടെ ചിത്രീകരണത്തിനായി എത്തിയതായിരുന്ന നവാസ് ഷൂട്ടിംഗ് പൂർത്തിയാക്കി മുറിയിൽ തിരിച്ചെത്തിയ ശേഷമാണ് അപ്രതീക്ഷിതമായി വിടവാങ്ങിയത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഹോട്ടൽ ജീവനക്കാർ മുറി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തെ കുഴഞ്ഞുവീണ നിലയിൽ കണ്ടെത്തി. തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഞങ്ങള് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരാണ്. ഞങ്ങൾ 3 പേരും. അപ്പൊ കുറെ ദിവസമായിട്ട് ചേട്ടൻ അടുപ്പിച്ച് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രാവിലെ തൊട്ട് ഞങ്ങളൊക്കെ ആയിട്ട് കമ്പനിയായിട്ടൊക്കെ നടന്ന ആളാണ്. പിന്നെ വൈകുന്നേരം 5:30 ആയപ്പോൾ അദ്ദേഹം ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം ഷൂട്ടിംഗ് പാക്കപ്പ് ആയപ്പോഴാണ് ഈ വിവരം അറിഞ്ഞ് ഭയങ്കര പ്രയാസമായി പോയി. അങ്ങനത്തെ ഒന്നും അറിയത്തില്ല. യാത്രയൊക്കെ പറഞ്ഞ് നമ്മള് സന്തോഷത്തോടെ ടാറ്റയൊക്കെ പറഞ്ഞ് പോയതാണ്. ക്യാരവനത്തെ ഡ്രസ്സൊക്കെ മാറ്റി നല്ല സന്തോഷത്തോടെ പോയ ആളാണ്. 5:30 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, 5 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ വന്ന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞങ്ങളോട്ടൊക്കെ ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് പോയ ആളാണ്. ഈ ലോകത്ത് അള്ളാഹു അവന്റെ സർവ്വ സൃഷ്ടികൾക്കും നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് മരണം എന്നുള്ളത്. എവിടെ വച്ച് എങ്ങനെ എപ്പോൾ സംഭവിക്കും എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു മഹാപ്രതിഭാസമാണ് മരണം. സർവ്വ സൃഷ്ടികളും മരണത്തെ രുചിക്കുമെന്ന ഖുർആനിക ആയത്തിനെ നാം വിചിന്തനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഒരു ശരീരവും അത് എവിടെ വച്ച് മരണപ്പെടുമെന്ന് അതിന് അറിയാൻ സാധിക്കുകയില്ല എന്ന കാര്യം. അത് അള്ളാഹുവിന് മാത്രമേ അതറിയുകയുള്ളൂ. അതെ, ഒരു ചെറിയ രോഗം മതി നമുക്കെല്ലാം നഷ്ടപ്പെടാനും ഈ ലോകത്തോട് വിട പറയാനും എന്ന സത്യം നാം മനസ്സിലാക്കണം. എത്ര പണവും പ്രശസ്തിയും അധികാരവും ഉണ്ടായാലും ഒരു ചെറിയ രോഗം വന്നാൽ തീരാവുന്നതേയുള്ളൂ എല്ലാം. അതെ, ഈ ലോകത്തെ ചെറിയ ഒരു ജീവിതം വെച്ച് നാം അഹങ്കരിക്കരുത് മനുഷ്യരെ. നവാസിന്റെ മരണം തന്നെ നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു അസുഖവും ഇല്ലാത്ത വ്യക്തി ആയിരുന്നു എന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. എന്നിട്ടും ആരും അറിയാതെ ഒരു ഹോട്ടൽ മുറിയിൽ അദ്ദേഹം മരണപ്പെടുന്നു. ഇത്രയേ ഉള്ളു ജീവിതം. ഇവിടെ നവാസിന്റെ മരണം എടുത്തു പറയാൻ കാരണം ഒരു ഉദാഹരണമായി മാത്രമാണ്. ഇതുപോലെ ദിനംപ്രതി നിരവധി ആളുകൾ ഈ ലോകത്തോട് വിട പറയുന്നു. ആശകളും പ്രതീക്ഷകളുമായി അടുത്ത പുലരിയെ കാത്തിരിക്കുന്ന മനുഷ്യരിലേക്ക് ക്ഷണിക്കപ്പെടാത്ത വിരുന്നുകാരനായി മരണത്തിന്റെ മാലാഖ കടന്നുവരുന്നു. ഇത് ഹക്കീമായ തികഞ്ഞ യുക്തിയോടെ മാത്രം എല്ലാം സംവിധാനിക്കുന്ന അള്ളാഹുവിന്റെ നിയതിയാണ്. ആരുമാരും രക്ഷപ്പെടാത്ത തീരുമാനം. ജനിച്ചുവെങ്കിലേ ഒരു നാളും മരിക്കും. നമ്മുടെ ജനനത്തിലും നമ്മുടെ മരണത്തിലും എല്ലാം അള്ളാഹുവിന് തികഞ്ഞ യുക്തിയും തീരുമാനങ്ങളും ആസൂത്രണങ്ങളുമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷങ്ങളിൽ തളരാതിരിക്കുക. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മെ കാക്കട്ടെ. അദ്ദേഹം ചെയ്തുപോയ തെറ്റുകളെ അള്ളാഹു പുറത്തുകൊടുക്കട്ടെ. നന്മകളെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.